ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ശർക്കര. നാടൻ ശർക്കരയ്ക്ക് എന്നും വലിയ ഡിമാൻഡാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് എന്ന സ്ഥലത്താണ്. വള്ളിക്കോട് ഒരു കാലത്ത് ശർക്കര ഉൽപാദനത്തിന് പേരുകേട്ട സ്ഥലമായിരുന്നു. ധാരാളം ഇടങ്ങളിൽ ഈ പ്രദേശത്ത് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ കരിമ്പ് കൃഷി ഇല്ലാതാവുകയും ഇവിടുത്തെ ശർക്കര ഉൽപാദനം നിന്നു പോവുകയും ചെയ്തു. എന്നാൽ അടുത്ത കാലത്തായി വീണ്ടും വള്ളിക്കോട് പ്രദേശത്ത് ശർക്കര ഉൽപാദനം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇടത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് കാണാം, ധാരാളം കരിമ്പ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഈ ഗ്രാമത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന കരിമ്പാണ് ഇവിടെ ശർക്കര ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ധാരാളം തൊഴിലാളികളെ നിർത്തിയാണ് ഇവർ കരിമ്പ് കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ കരിമ്പ് തന്നെയാണ് ശർക്കര ഉൽപ്പാദിപ്പിക്കാനുമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ശർക്കര ഉൽപ്പാദനത്തിന്റെ അതിൻ്റെ ആദ്യത്തെ ഒരു പടി എന്നുള്ളത് കരിമ്പ് ഇങ്ങനെ അത് നീരാക്കി മാറ്റുകയാണ്. ഇതാണ് കരിമ്പ് നീരാക്കി മാറ്റുന്നതിനുള്ള മെഷീൻ. ഓണക്കാലമായതോടെ ധാരാളം ആളുകളാണ് വള്ളിക്കോട് ശർക്കര വാങ്ങാനായി ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇതിൻ്റെ പേര് തന്നെ വള്ളിക്കോട് ശർക്കര എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ശർക്കര തയ്യാറാക്കുകയാണ്. അതിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ശർക്കര ഇപ്പോൾ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലിക്കാരായി ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഈ ഒരു ദൃശ്യം വള്ളിക്കോട് പ്രദേശത്ത് സർവ്വസാധാരണമായിരുന്നു. ആളുകളുടെ ഒക്കെ വലിയ ഉപജീവന മാർഗം കൂടിയായിരുന്നു ഈ ശർക്കര ഉൽപ്പാദനം. വീണ്ടും ആ ഒരു പഴയ സുവർണ കാലഘട്ടത്തിലേക്ക് വള്ളിക്കോട് ഗ്രാമം എത്തി എന്ന് തന്നെ പറയാം. ഇതിന്റെ നിർമ്മാണ രീതി ഒന്ന് വിശദമാക്കാമോ? നിർമ്മാണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് വരുന്ന ശർക്കരയുടെ കരിമ്പിന്റെ പാനി ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഇതിനൊരു അളവുണ്ട്. ആ അളവിൽ ആയി കഴിയുന്നുടനെ പിന്നെ തീയിടും. നല്ലവണ്ണം തീയിട്ടിട്ട് അത് തിളച്ച ഒരു 2-3 മണിക്കൂർ കഴിയുന്ന ശർക്കര. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ചെളി വെട്ടിക്കളയും. ആ ചെളി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ശർക്കരയായിട്ട് ലാസ്റ്റിൽ വരികയാണ്. പിന്നെ അല്ലാതെ കൃത്രിമമായിട്ട് യാതൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. വാഴമുട്ട ശർക്കര എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിരുന്നു. അന്ന് 12 ഷുഗർ മില്ലുള്ള സമയത്ത് ഈ ഭാഗത്ത് മൊത്തം കരിമ്പായിരുന്നു. ആ കരിമ്പുകൾ മൊത്തം ഷുഗർ മില്ലിലേക്ക് പോയി. പിന്നെ ഈ ഒരു സാധനം അന്യം നിന്ന് പോയി. ഇപ്പോൾ അത് ഇപ്പോഴത്തെ പുതിയ സംരംഭം വരെയൊന്നും പുതുതായിട്ട് ഇത് തുടങ്ങിയതാണ്. എത്ര മണിക്കൂർ ഇങ്ങനെ ചൂടാക്കാനിടും? 3 മണിക്കൂറോളം കിടക്കും. ഇത് തുടർച്ചയായി 3 മണിക്കൂർ നേരം ചൂടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ശർക്കരയുടെ ആദ്യഘട്ടം പൂർത്തിയാകുന്നത്. ഈ കാണുന്നത് എന്താണ്? മരവിയാണിത്. കാരണം ഇത് മാവ് കൊണ്ടുണ്ടാക്കിയ മരവിയാണ്. ചൂടായ പാകമായ ശർക്കര ഇതിലേക്ക് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് വീഴും. എന്നിട്ട് ഈ ശർക്കര ഒരു കുറച്ച് സമയം ആറുന്നിടം വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇളക്കി അത് പക്ക ആ പാകമാകുമ്പോൾ അപ്പോഴത്തേക്ക് ഇതിന്റെ ചൂടും പോകും. പിന്നെയാണ് പാത്രത്തിലേക്ക് പാക്കിംഗ് ചെയ്യുന്നത്. ഓണക്കാലത്ത് ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? ധാരാളം ആളുകളൊക്കെ ഇത് വാങ്ങിക്കാൻ വരുന്നുണ്ടോ? ഉത്പാദിപ്പിക്കുന്ന ശർക്കര മൊത്തം പോയി. ഓണത്തിന് കൃഷിഭവനെ, സൊസൈറ്റികളൊക്കെ വളരെ ലോട്ടായിട്ടുള്ള സാധനങ്ങൾ എടുത്തിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനെ സ്റ്റോക്കൊന്നും അധികമൊന്നുമില്ല. ഉണ്ടാക്കുന്നത് മൊത്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യുവ സംരംഭകനാണ് ഇവിടെ ശർക്കര ഉൽപാദനം നടത്തുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഈ വള്ളിക്കോട് ശർക്കര ഒന്ന് കാണാം. ഇതാണ് വള്ളിക്കോട് ശർക്കര. ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ കൃഷിഭവൻ, വള്ളിക്കോട് കരിമ്പ് ഉൽപാദക സംഘം, ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ വള്ളിക്കോട് ശർക്കര ഇവിടെ തയ്യാറാക്കുന്നത്. 1 കിലോയുടെ പാക്കറ്റാണ് ഈ ഇത്. പിന്നെ 1/2 കിലോയുടെ ഉണ്ട്, 2 കിലോയുടെ ഉണ്ട്, പിന്നെ 22 കിലോയുടെ ഡബ്ബയുണ്ട്. ഇത്രയാണ് ഇവിടെ പാക്കിംഗ് നടക്കുന്നത്. 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? 1 കിലോയ്ക്ക് 160 രൂപ. ഈ കരിമ്പ് കൃഷി നിങ്ങൾ ഈ ഇവിടുത്തെ പാടശേഖരങ്ങളിൽ തന്നെയാണ് നടത്തുന്നത് അല്ലേ? ഇവിടുത്തെ പാടശേഖരമാണ്. പിന്നെ അത്യാവശ്യം ഇവിടെ ആവശ്യത്തിനുണ്ട് ഇപ്പം കരിമ്പ്. ഓരോ വർഷം കഴിയുന്നതോറും അതിപ്പം കൂടി വരുവാണ്. 2 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഇത് ആരംഭിച്ചത്. ഓണക്കാലത്ത് മാത്രമാണോ ഇവിടെ ഇങ്ങനെയുള്ളത്, അതോ എല്ലാ സമയത്തും ഉണ്ടോ? 1 വർഷം ആണ് ഇതിന്റെ മൂപ്പ്. 11 മാസമാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഈ ഓണം ആ ഒരു സീസൺ അനുബന്ധിച്ചാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. അന്നേരമാണല്ലോ ഇത് കൂടുതൽ പോകുന്നത്. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നിലവാരമുള്ളതും മായമില്ലാത്തതുമായ സാധനങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കിട്ടും എന്നുള്ള ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുകയാണ്. അല്ലാതെ തമിഴ്നാട് ശർക്കരയായി ഒന്നും നമ്മളിപ്പം വാങ്ങാറില്ല. നമ്മുടെ സ്വന്തം നാട്ടിലെ നല്ല നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയുടെ ആഗ്രഹം. വള്ളിക്കോട് ശർക്കര തന്നെയാണോ ഇവിടെ സ്ഥിരമായി വാങ്ങാറുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു 10-20 ബോട്ടിൽ കൊണ്ടുപോയി. അത് 2 ദിവസം കൊണ്ട് തീർന്നു. അത് തീർന്നോട്ട് പുതുതായിട്ട് എടുക്കാൻ വന്നതാണ്.
ഏതായാലും വള്ളിക്കോട് ശർക്കര എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ ഈ ഓണക്കാലമായതോടുകൂടി ഈ വള്ളിക്കോട് ശർക്കര വാങ്ങുന്നതിനായി വള്ളിക്കോട് ഗ്രാമത്തിൽ ഉള്ളവർ മാത്രമല്ല, മറ്റ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒപ്പം തന്നെ പുറം പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം സുഭാഷ് നടുവിലേതിൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇത്? നിങ്ങളുടെ നാട്ടിലൊരു സംരംഭമാണ് ഇത്, വലിയ പ്രചാരത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പാണ് ഈ ഒരു വള്ളിക്കോട് ശർക്കര എന്ന ബ്രാൻഡിൽ ശർക്കര ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. ഈ വള്ളിക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ഈ വള്ളിക്കോട് ശർക്കര വലിയ ഫേമസ് ആയിരുന്നു. പക്ഷേ പിന്നീട് കൃഷിപ്പണിക്ക് ആളിനെ കിട്ടാതെ വരികയും ഈ റബ്ബറിൻ്റെ ഒരു അതിപ്രസരം വരികയും കൂടി ചെയ്തപ്പോഴത്തേക്ക് ശർക്കരയുടെ ആ ഒരു ഉൽപ്പാദനം കുറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഏതാണ്ട് ഇപ്പോൾ ഈ വർഷത്തേക്ക് ഏതാണ്ട് ഒരു 25 ഏക്കറിലോളം ഒരു 10 കർഷകർ ഇത് ചെയ്യുന്നുണ്ട്. ഒരു 10 ടൺ ശർക്കര ഈ വർഷം വിപണിയിൽ ഓണവിപണി മാത്രം ലക്ഷ്യമിട്ട് 10 ടൺ ശർക്കരയാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് പിന്നെ വള്ളിക്കോടിൻ്റെ വിവിധ വാർഡുകളിലായിട്ടാണ് പല ഏതാണ്ട് 10 കർഷകരോളം 25 ഏക്കറിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ വിജയമായിട്ടാണ് ഈ വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഈ വള്ളിക്കോട് ശർക്കരയുടെ ആ ഒരു വിപണി സാധ്യത മനസ്സിലാകുകയും അതിൻ്റെ ഒരു ഗുണനിലവാരം അവർക്ക് വിശ്വാസമാവുകയും ചെയ്തപ്പോൾ അതിന് നല്ല ഡിമാൻഡ് തന്നെയുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ആണെങ്കിൽ വള്ളിക്കോട് തന്നെ 2 സൊസൈറ്റിയുടെ മാർക്കറ്റ് ഓണച്ചന്തയിൽ ഇത് എടുത്തിട്ടുണ്ട്, കുടുംബശ്രീ ഏറ്റെടുത്തിട്ടുണ്ട്, കൃഷിഭവന് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ വർഷം സെയിൽ നടക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സംരംഭം വള്ളിക്കോട് പഞ്ചായത്തിൽ തുടങ്ങാൻ സാധിച്ചതിൽ ഈ വള്ളിക്കോട് പഞ്ചായത്ത് ഭരണസമിതിക്കും അതിയായ സന്തോഷം ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ ഇതിന് കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇവർക്ക് ഒരു സബ്സിഡി എന്ന നിലയിൽ ഹെക്ടറിന് ഇത്ര രൂപ സബ്സിഡി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതും കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സംരംഭം അത് ഇങ്ങനെ വലിയ രീതിയിലൊക്കെ പ്രസിദ്ധി ആർജിക്കുമ്പോൾ അത് നാട്ടുകാർക്ക് കൂടി അഭിമാനമാണ്. ഏതായാലും ഈ ഓണക്കാലത്ത് വള്ളിക്കോട് പ്രദേശക്കാർക്ക് ഇനി ശർക്കര തേടി എങ്ങും അലയേണ്ട കാര്യമില്ല. അവരുടെ ഗ്രാമത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയായിരിക്കും ഈ ഓണനാളിൽ പാചകത്തിനായി ഉപയോഗിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.